നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു എക്സ്പ്രഷനാണ്. അതായത് ഹൗ കം എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം. അപ്പോൾ ഹൗ കം എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ നിങ്ങൾ പലവരും കേട്ടിട്ടുള്ളൊരു എക്സ്പ്രഷനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മൂവീസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ഹൗ കം. അതേപോലെ നോവൽസിൽ ബുക്സ് വായിക്കുന്നവരാണെങ്കിൽ, കോൺവെർസേഷൻസ് ഒക്കെ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് അതിൽ കാണുന്ന ഒരു എക്സ്പ്രഷനാണ് ഹൗ കം എന്ന് പറയുന്നത്. ഈവൻ നേറ്റീവ് സ്പീക്കേഴ്സ് വളരെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനും കൂടിയാണ് ഹൗ കം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണ് ഹൗ കം ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് ഈ ഹൗ കം എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ സ്വയം വേറൊരു മീനിങ്ങാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ യഥാർത്ഥ മീനിങ് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം. അപ്പോൾ ഹൗ കം. സ്ലൈഡിൽ ഞാൻ 2 സെൻറ്റൻസ് എഴുതിയിരിക്കുകയാണ്. ആ രണ്ട് സെൻറ്റൻസുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ തന്നെ പറയണം. നമുക്ക് നോക്കാം. ഒന്നാമത്തെ സെൻറ്റൻസ്, വൈ ഡിഡ് യു മിസ് യുവർ പ്ലെയിൻ. രണ്ടാമത്തെ സെൻറ്റൻസ്, ഹൗ കം യു മിസ്ഡ് യുവർ പ്ലെയിൻ. സോ അപ്പോൾ ഈ 2 സെൻറ്റൻസുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ തന്നെ പറയണം. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ഒരു വ്യത്യാസവുമില്ല. ആ 2 സെൻറ്റൻസും ഒരേ സെൻറ്റൻസ് തന്നെയാണ്. അതായത് ഒരേ ആശയം തന്നെയാണ് ആ 2 സെൻറ്റൻസിനും ഉള്ളത്. അതായത് വൈ ഡിഡ് യു മിസ് യുവർ പ്ലെയിൻ എന്ന് പറയുന്നതും ഹൗ കം യു മിസ് യുവർ പ്ലെയിൻ എന്ന് പറയുന്നതും സെയിം സെൻറ്റൻസ് ആണ്, സെയിം ആശയം തന്നെയാണ്. അതായത് എന്തുകൊണ്ടാണ് നീ നിൻ്റെ പ്ലെയിൻ മിസ് ചെയ്തത് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തെ സെൻറ്റൻസിൽ നമ്മൾ, അതായത് രണ്ടാമത്തെ സെൻറ്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോ, ഹൗ കം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യത്തെ സെൻറ്റൻസിലെ വൈക്ക് പകരമാണ് നമ്മൾ രണ്ടാമത്തെ സെൻറ്റൻസിൽ ഹൗ കം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഹൗ കമ്മിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ്, വൈയുടെ അതേ ആശയം തന്നെയാണ്. എന്ത് റീസൺ കൊണ്ടാണ് നീ നിൻ്റെ പ്ലെയിൻ മിസ് ചെയ്തത് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഹൗ കമ്മിൻ്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ വൈയുടെ അതേ ആശയം തന്നെ. സോ അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. അതാണ് ഞാൻ ജസ്റ്റ് താഴെ എഴുതിയിരിക്കുന്നത്. വൈ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഒരു കാര്യം സംഭവിച്ചത്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഒരു കാര്യം സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യനുകളിൽ യൂസ് ചെയ്യുന്നത്. അതേ ആശയം തന്നെയാണ് ഹൗ കമ്മിനുള്ളത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൗ കമ്മ് നമ്മൾ സെൻറ്റൻസുകളിൽ ചേർക്കുന്നത്. സോ ആ ഒരു ആശയം ഓർത്തിരിക്കുക. താഴെ എഴുതിയിരിക്കുന്ന ഒരു സെൻറ്റൻസ് ജസ്റ്റ് ഒരു സെൻറ്റൻസാണ്. ടീച്ചർ ഒരു കുട്ടിയോട് ചോദിക്കുന്ന സെൻറ്റൻസാണ്. ജസ്റ്റ് അതുകൂടെ നമുക്ക് നോക്കാം. യു വെയർ ലേറ്റ് ഫോർ ക്ലാസ്, ഹൗ കം. അതായത് നീ ക്ലാസ്സിൽ ലേറ്റായല്ലേ, ഹൗ കം എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണത്. അവിടെ നീ എങ്ങനെയാണ് ലേറ്റായി വന്നത് എന്നല്ല, ഹൗ കം എന്ന് ടീച്ചർ അവസാനം ചോദിച്ചത്, ആ എക്സ്പ്രഷൻ അവസാനം ചോദിച്ചത് എന്തുകൊണ്ടാണ് നീ ലേറ്റായത് എന്നൊരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഹൗ കം ചേർത്ത് ടീച്ചർ ചോദിച്ചത്. സോ അപ്പോൾ ഇങ്ങനത്തെ എക്സ്പ്രഷനുകളും ക്വസ്റ്റ്യനുകളും ഒക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കാൻ ചാൻസ് ഉള്ളതാണ്, 100% ഉറപ്പാണ്. സോ അന്നേരം നിങ്ങൾ വേറൊരു ആശയത്തിലോട്ട് എത്തരുത്. ഈ സെൻറ്റൻസിൽ ഈ എക്സ്പ്രഷൻ്റെ ആശയം അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പലപ്പോഴായിട്ട് വേർഡ് ബൈ വേർഡ് മീനിങ് എടുത്ത് നമ്മൾ വേറൊരു ആശയത്തിലോട്ട് എത്തും. നമ്മൾ നോർമലി മലയാളം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ ഡിക്ഷണറി ബേസ് ആശയം വെച്ചാണ് പലപ്പോഴായിട്ട് പഠിക്കുന്നത്. സോ അങ്ങനെ നമ്മൾ ചിന്തിച്ച് ഇത് വേറൊരു ആശയത്തിലോട്ട് എത്തും. സോ അങ്ങനെ പോകരുത്. ഹൗ കം എന്ന് ഉദ്ദേശിക്കുന്നത് വൈഡ് അതേ ആശയം തന്നെ. സോ അപ്പോൾ അത് ഓർത്ത് ഇരിക്കുക. അപ്പോൾ അത് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ഗ്രാമാറ്റിക്കൽ സെക്ഷനിലോട്ട് പോകാം. എങ്ങനെയാണ് സ്ട്രക്ചർ, അതായത് ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. സോ അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യം ഹൗ കം, അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷം വെർബ്, അതിനുശേഷം ഒബ്ജക്റ്റ്. അതിൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റെഗുലാർ ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ ഫോർമേഷൻ തന്നെയാണ്. അതായത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നാണ് നമ്മുടെ റെഗുലാർ ഇംഗ്ലീഷ് സെൻറ്റൻസുകളുടെ ഫോർമേഷൻ. സോ അതിൻ്റെ കൂടെ ജസ്റ്റ് ഹൗ കം ഫ്രണ്ടിൽ ആഡ് ചെയ്താൽ മാത്രം മതി. സോ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് നോക്കാം, ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഹൗ കം യു ടേക്ക് ദ ബസ്. അതിന് മലയാളം ആശയം പറയുന്നില്ല. അതിൻ്റെ വൈ വെച്ചുള്ളൊരു ക്വസ്റ്റ്യനും കൂടെ സെയിം ആശയത്തിലുള്ള വൈ വെച്ചുള്ളൊരു സെൻറ്റൻസ് കൂടെയാണ് താഴെ എഴുതിയിരിക്കുന്നത്. വൈ ഡു യു ടേക്ക് ദ ബസ്. രണ്ടും സെയിം സെൻറ്റൻസ് ആണ്. വൈ ഡു യു ടേക്ക് ദ ബസ്, ഹൗ കം യു ടേക്ക് ദ ബസ്. അതായത് നീ എങ്ങനെയാണ്, അതായത് എന്തുകൊണ്ടാണ് നീ ബസ്സിൽ വന്നത്, അല്ലെങ്കിൽ ബസ്സിൽ പോയത്, എന്ത് ആശയമാകാം. സോ വൈ ഡു യു ടേക്ക് ദ ബസ്, എന്തുകൊണ്ടാണ് നീ ബസ്സിൽ വന്നത് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. വന്നത് പോയത് എന്ത് വേണമെങ്കിലും വന്ന സിറ്റുവേഷൻ അനുസരിച്ചാണ് ആ ക്വസ്റ്റ്യൻ്റെ ആശയം മാറുന്നത്. സോ അപ്പോൾ വൈ ഡു യു ടേക്ക് ദ ബസ്.
അപ്പോൾ അതിന് ഞാൻ ഹൗ കം വെച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്. ഹൗ കം വെച്ച് എഴുതിയപ്പോൾ നമ്മുടെ സെൻറ്റൻസ് സ്ട്രക്ചർ നോക്കി നമ്മുടെ സാധാരണ സെൻറ്റൻസ് സ്ട്രക്ചറാണ്. ഹൗ കം ജസ്റ്റ് ഫ്രണ്ടിൽ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷം വെർബ്, പിന്നെ നമ്മുടെ ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഹൗ കം യു ടേക്ക് ദ ബസ് എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ വൈ വെച്ച് ചേർത്തപ്പോൾ നമ്മൾ ആ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മളെങ്ങനെ വായിച്ചത്? വൈ ഡു യു ടേക്ക് ദ ബസ്. അവിടെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വന്നു? വൈ ശ്രദ്ധിക്കേണ്ടി വന്നു, ഡു ശ്രദ്ധിക്കേണ്ടി വന്നു, ഓക്സിലറി വെർബ് ഡൂവിനെ പറ്റി ഞാൻ ചിന്തിക്കേണ്ടി വന്നു. ഇനിയിപ്പം അവിടെ ഹീ വരുവാണെങ്കിൽ ഞാൻ ഡസ് ഇടേണ്ടി വരും. എന്നിങ്ങനെയൊക്കെ പല രീതിയിലുള്ള ഗ്രാമറുകൾ നമ്മൾ ചിന്തിക്കേണ്ടി വരും വൈ വെച്ച് നമ്മൾ ചോദിക്കുമ്പോൾ. പക്ഷേ ഹൗ കം വെച്ച് ചോദിക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഹൗ കം ആഡ് ചെയ്യുന്നു, നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് അത് പറയും. നമ്മുടെ നോർമൽ സെൻറ്റൻസ് ജസ്റ്റ് പറഞ്ഞാൽ മാത്രം മതി. ഹൗ കം യു ടേക്ക് ദ ബസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ ഗ്രാമർ സൈഡൊന്നും അധികം യൂസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. ഈ കാറുകൾ കൊണ്ടൊക്കെ തന്നെയാണ് നേറ്റീവ് സ്പീക്കേഴ്സ് ഈ വൈക്ക് വരെ വളരെ കൂടുതലായിട്ട് ഹൗ കം എന്ന് പറയുന്ന എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഹൗ കം വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കേൾക്കാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ ഓർത്തിരിക്കുക, ഹൗ കമ്മിൻ്റെ ആശയം എന്താണ്? വൈയുടെ ആശയം തന്നെ. സോ അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ഹൗ കം യു ടേക്ക് ദ ബസ്സിന് ആൻസർ എന്താ, അതായത് അതിൻ്റെ ആശയം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ബസ്സിൽ വന്നെന്നല്ല, എന്തുകൊണ്ടാണ് നീ ബസ്സിൽ വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നീ ബസ്സിൽ പോയത് എന്ന് പറഞ്ഞൊരാശയമാണ്. എന്തുകൊണ്ട് എന്ന് പറയുന്നൊരാശയമാണ് അവിടെ ഹൗ കം കൊടുക്കുന്നത്. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. സോ അപ്പം അവിടെ നമ്മുടെ മലയാള ഭാഷയെ എടുത്ത് അവിടെ ഇട്ടാൽ മലയാള ഡിക്ഷണറി ബേസ് ആശയത്തിൽ ചിന്തിക്കുന്നവർക്ക് തെറ്റിപ്പോവും. ഈ എക്സ്പ്രഷൻ അറിഞ്ഞില്ലെങ്കിൽ 100% ഉറപ്പാണ് തെറ്റിപ്പോവും. സോ അത് ഓർത്തിരിക്കുക. സോ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഹൗ കം ജോൺ ഡിഡിൻ കം. എന്തുകൊണ്ടാണ് ജോൺ വരാത്തത് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. അവിടെ എങ്ങനെയാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഹൗ കമ്മിൻ്റെ ആശയം വൈയുടെ അതേ ആശയം തന്നെയാണ്. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. അതേ രീതിയിൽ തന്നെ ഇങ്ങനെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജോൺ ഡിഡിൻ കം. ഹൗ കം എന്ന് പറഞ്ഞ് ഹൗ കം അവസാനം ചേർത്ത് നമ്മൾ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ജോൺ വന്നില്ല, ജോൺ ഡിഡിൻ കം, ജോൺ വന്നില്ല, ഹൗ കം എന്തുകൊണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കും ഡയറക്റ്റ് ജസ്റ്റ് വൈക്ക് പകരം വൈ എന്ന് നമ്മൾ സാധാരണ പറയത്തില്ലേ, വൈ എന്തുകൊണ്ട് നമ്മൾ പറയാറില്ലേ, അതിന് പകരം ചിലവർ ഹൗ കം എന്ന് യൂസ് ചെയ്യാറുണ്ട്. സോ അപ്പോൾ ഇങ്ങനത്തെ എക്സ്പ്രഷൻ വരുമ്പോൾ എങ്ങനെ വന്നു എന്നല്ല അതിൻ്റെ ആശയം, വൈ എന്നാണ് അതിൻ്റെ ആശയം എന്നത് നിങ്ങൾ ഓർത്തിരിക്കുക. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം. നോക്കാം. ഐ ഡിഡൻറ്റ് ഈവൻ ഈറ്റ് ലഞ്ച് ടുഡേ. ജസ്റ്റ് ഒരു കോൺവെർസേഷൻ സെൻറ്റൻസ് ആണ്. ഒരാൾ പറയുകയാണ് ഐ ഡിഡൻറ്റ് ഈവൻ ഈറ്റ് ലഞ്ച് ടുഡേ. ഞാൻ ഇന്ന് ഉച്ചഭക്ഷണം കഴിച്ചില്ല എന്ന് പറയുകയാണ്. അപ്പോൾ തൊട്ടടുത്ത ആൾ പറയുകയാണ്, അടുത്ത ആൾ കേട്ട ആൾ പറയുകയാണ് റിയലി ഹൗ കം എന്ന് വെച്ചാൽ റിയലി വൈ എന്നാണ് അതിൻ്റെ ആശയം. ഹൗ കമ്മിൻ്റെ ആശയം അവിടെ വൈ എന്നാണ്. എന്തുകൊണ്ടാണ് നീ കഴിക്കാത്തത് എന്ന സുഹൃത്ത് ചോദിക്കുകയാണ്. വൈക്ക് പകരം അവിടെ ഹൗ കം ചേർത്താണ് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ഇങ്ങനത്തെ എക്സ്പ്രഷനുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. അന്നേരം ഇംഗ്ലീഷ് എന്തൊരു പാടാ എന്നാണ് ചിന്തിക്കരുത്. ഇങ്ങനത്തെ പല എക്സ്പ്രഷനും കൊണ്ട് അതൊക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും. സോ ഓർത്തിരിക്കുക, ഹൗ കം നിങ്ങൾ വൈ എന്നുള്ള ആശയത്തിലാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. സോ അടുത്തത് ഹൗ കം ഐ ക്യാൻ മേക്ക് ഹെർ ഹാപ്പി. അവിടെ നിങ്ങൾ ജസ്റ്റ് വൈ എന്ന് യൂസ് ചെയ്തേ. എന്തുകൊണ്ടാണ് എനിക്ക് അവളെ സന്തോഷിപ്പിക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ് ഹൗ കം ഐ ക്യാൻ മേക്ക് ഹെർ ഹാപ്പി. എന്തുകൊണ്ടാണ് എനിക്ക് അവളെ സന്തോഷിപ്പിക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞത് ഒരു ചോദ്യമാണത്. സോ അവിടെ ഹൗ കമ്മിൻ്റെ ആശയം വൈയുടെ ആശയം തന്നെയാണ്. സോ അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. ഒരു സെൻറ്റൻസും കൂടെ നോക്കാം. ഇവിടെയൊക്കെ ഞാൻ ഈ സെൻറ്റൻസുകൾ എടുത്ത് പറയുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഹൗ കമ്മിന് 100% ചാൻസാണ് നമ്മൾ മലയാളീസ് ഡിക്ഷണറി ബേസ് അർത്ഥം എടുത്ത് ഉപയോഗിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. സോ നമുക്ക് നോക്കാം. ഹൗ കം യു നെവർ ആസ്ക് മീ വാട്ട് ഹാപ്പൻഡ്. എന്തുകൊണ്ടാണ് നീ എന്നോട് അത് പറയാഞ്ഞത്, എന്താ സംഭവിച്ചത്, നീ എന്തുകൊണ്ടാണ് ഇതുവരെയായിട്ട് പറയാഞ്ഞത് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. അവിടെ ഹൗ കം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞൊരു ആശയം കൊടുക്കാനാണ്. സോ ഓർത്ത് വെച്ചിരിക്കാം. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ഹൗ കം ഷീ വെൻറ്റ്. അവിടുത്തെ ആശയം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അവൾ പോയത് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. അല്ലാതെ അവൾ എങ്ങനെയാണ് പോയത് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനല്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് തെറ്റും. 100% ഷുവറാണ് തെറ്റും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയുന്നത് ഹൗ കം ഷീ വെൻറ്റ് എന്ന് വെച്ചാൽ അവൾ എങ്ങനെയാണ് പോയത് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. അവിടെ നമ്മൾ ഹൗവിൻ്റെ മലയാള ഭാഷ എടുത്ത് വെക്കരുത്, ഇടരുത്. സോ അത് ഓർത്തിരിക്കുക. അടുത്തത് ഹൗ കം യു ഡിഡിൻറ്റ് ഡു യുവർ ഹോംവർക്ക്. നീ എന്തുകൊണ്ടാണ് നിൻ്റെ ഹോംവർക്ക് ചെയ്യാത്തത് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. അവിടെ
ഹൗ കമ്മിന് നിങ്ങൾ വേറെ ആശയം കൊടുക്കരുത്. ഹൗ കമ്മിന് വൈ എന്ന് പറയുന്ന ആശയം മാത്രമേ കൊടുക്കാവൂ. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വച്ചിരിക്കുക. എന്തുകൊണ്ടാണ് നേറ്റീവ് സ്പീക്കേഴ്സ് ഹൗ കം വെച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതായത് ഗ്രാമാറ്റിക്കലി അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഹൗ കം ചേർക്കുക, നമ്മുടെ സെൻറ്റൻസ് പറയുക. അപ്പോഴതൊരു ക്വസ്റ്റ്യൻ രൂപത്തിലോട്ടാവും. വളരെ ഈസി ആയിട്ട് സംസാരിക്കാൻ സാധിക്കും. സോ അപ്പോൾ ഈ എക്സ്പ്രഷൻസ് ഓർത്ത് വെക്കുക. 100% ഉറപ്പാണ് നിങ്ങൾ കേൾക്കുവാൻ ചാൻസ് ഉണ്ട്. മൂവീസിലും നോവൽസിലും ഒക്കെ സ്ഥിരം കേൾക്കുന്നതാണ്. അവിടെ ഇനി ഹൗ കം വന്നാൽ ജസ്റ്റ് സെൻറ്റൻസ് നോക്കുക, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ആ കറക്റ്റായിട്ടുള്ള കാര്യം പിടികിട്ടും. വൈ എന്നാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടും. വൈ എന്നാണോ ഹൗവിനെ കമ്മിനെ ചേർത്ത് മലയാള ഭാഷയിൽ എടുക്കരുത്. സോ സെൻറ്റൻസുകൾ വായിച്ച് അതിൻ്റെ ആശയം മനസ്സിലാക്കുക, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ക്ലാസ് ആയിരുന്നു. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.